ഇന്ന് നമ്മൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. വെറും 3 ചേരുവ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പുഡിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ അതിനായിട്ടൊരു 4 മുട്ട നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ ചെറിയ ചൂടിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പാൽപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്കിതുപോലെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്, ഈ ഒരു രീതിയിലുള്ള പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഒരല്പം ഗീ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് സ്റ്റീമർ നമ്മൾ നേരത്തെ തന്നെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പതിയെ നമുക്ക് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി സ്റ്റീമർ കയ്യിലില്ല എങ്കിൽ ആവിയിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേവിക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുന്നുണ്ട്. പതിയെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എളുപ്പത്തിലെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് പതിയെ ഒന്ന് കൊട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മുടെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. എളുപ്പത്തിൽ ഇത് ഇളകി വരും. നമ്മുടെ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.